ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ പുറത്തു പോയിട്ട് മടങ്ങിയെത്തിയ അർച്ചനയെ കണ്ട് ഗൂഗിൾ ചോദിച്ചു, അല്ല താൻ ഈയിടെയായിട്ട് പുറത്തു പോകുന്നത് കുറച്ച് കൂടുതലാകുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചാ എന്ന് പറഞ്ഞപ്പോഴേക്കും അവനവന്റെ കാര്യത്തിന് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായി ഇടയ്ക്കൊക്കെ പുറത്തു പോകുന്നതും വീട്ടിലിങ്ങനെ അടച്ചുകൂടി ഇരിക്കാതിരിക്കുന്നതും നല്ലതല്ലേ അളിയ എന്ന് ചോദിച്ചായിരുന്നു രാജീവ് അരികിലേക്ക് എത്തിയത്. അപ്പോഴേക്കും അതൊക്കെ നല്ല കാര്യം തന്നെയാണെന്നും തനിക്ക് പുറത്തു പോകുന്നതിൽ ഇവിടെ ആരും തടസ്സം നിൽക്കുകയില്ല എന്നും തനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും ഫുൾ ഫ്രീഡം ആണ് എന്നും ഒക്കെ ഗൂഗിൾ പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് എത്തിയ ശിശിര പറഞ്ഞു, ഈ ഫ്രീഡം ഈയിടെ കുറച്ച് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടമുള്ളിടത്തൊക്കെ പോയി വരികയാണല്ലോ, ആരുടെ അനുവാദമൊന്നും ഇല്ലാതെ എന്നൊക്കെ ശിശിര പറയുമ്പോൾ ഇത് കേട്ടുന്ന രാജീവ് ശിശിരയെ തടഞ്ഞു. ശിശിരെ, നീ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനോ ഇക്കാര്യത്തിൽ എന്തെങ്കിലും സംസാരിക്കാനോ ശ്രമിക്കേണ്ടതില്ല. കാരണം ഇവര് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യം, അത് അവര് തമ്മിൽ സംസാരിച്ച് തീർത്തോളും. അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ശിശിരയോട് രാജീവ് തടയുമ്പോഴേക്കും അത് കേട്ട് നിന്ന അർച്ചന പറഞ്ഞു, ഞാൻ ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ശ്രമിക്കുന്നില്ല, അത്രേ ഉള്ളൂ. ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുകയുമില്ല എന്ന് ശാലിനി പറയും. അടുത്ത് നിന്ന് അർച്ചന പറയുമ്പോഴേക്കും ഇതെല്ലാം കേട്ട രാജീവ് പറഞ്ഞു, അതൊക്കെ പോട്ടെ അളിയാം, ഇന്നല്ലേ ശശിയുടെ കേസിന്റെ വിധി വരാൻ പോകുന്നത്, ആർക്കായിരിക്കും ഇന്ന് വിജയമുണ്ടാവുക എന്ന് രാജീവ് ചോദിച്ചപ്പോഴേക്കും ഉച്ചയ്ക്ക് ശേഷമാണ് വിധി വരിക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉച്ചയ്ക്ക് ശേഷം കോടതി വിധി പ്രഖ്യാപിക്കുമെന്നാണ് എൻ്റെ ഒരു നിഗമനമെന്ന് രാജീവിനോട് ഗൂഗിൾ അറിയിച്ചു. എല്ലാം കേട്ട് ഗൂഗിൾ അങ്ങനെ പറഞ്ഞത് കേട്ട് അടുത്ത് കേൾക്കുന്ന അർച്ചനയെ നോക്കി രാജീവ് ചോദിച്ചു, അല്ല സമൃദ്ധയ്ക്ക് ഇക്കാര്യത്തിൽ ആര് വിജയിക്കുമെന്നാണ് സമൃദ്ധയുടെ അഭിപ്രായം, ആർക്കായിരിക്കാം ഇക്കാര്യത്തിൽ വിജയമുണ്ടാവുക എന്ന് ചോദിച്ചപ്പോഴേക്കും അർച്ചന പറഞ്ഞു, ഞാൻ എന്ത് പറയാനാ, ഇക്കാര്യങ്ങളൊക്കെ സത്യത്തിൽ കോടതിയുടെ വിവേചനാധികാരം അനുസരിച്ചാണല്ലോ അവർ തീരുമാനിക്കുക എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് എനിക്ക് യാതൊരു അഭിപ്രായമില്ല എന്നായിരുന്നു അർച്ചനയുടെ മറുപടി. അതിനുശേഷം ജില്ലാ കോടതിയിൽ കേസിന്റെ വിധി പ്രഖ്യാപിക്കുന്ന സമയം അർച്ചന പ്രാർത്ഥനയോടെ പൂജാമുറിയിൽ തന്റെ സച്ചിയേട്ടന് തന്നെ അനുകൂലമായിട്ടുള്ള വിധി വരണേ എന്ന് പ്രാർത്ഥനയോടെ അർച്ചനയിരിക്കുമ്പോൾ കോടതിയിൽ സച്ചിയും കൂട്ടുകാരൻ ബിജുക്കുട്ടനും അവിടുത്തെ സച്ചിയുടെ വക്കീലായ ഭാരതിയും കോടതിയിലെ വിധി പ്രഖ്യാപനത്തിനായി കാതോർത്തിരുന്നു. മൂർത്തി അവിടെ എന്താണ് വിധി വരുന്നതെന്ന് അറിയാനായി കോടതിയുടെ വിധി കേൾക്കാൻ വാതിൽക്കൽ തന്നെ കാത്തു നിൽക്കുമ്പോൾ ഒടുവിൽ ഇത്രയും ദിവസത്തെ വാദങ്ങൾക്ക് ശേഷം അവന്തിക ഇത്രയും നാളും കൈവശപ്പെടുത്തിയിരിക്കുന്ന സ്വത്തുവകകളെല്ലാം തന്നെ സേതുമാധവന്റെ മകൻ സച്ചി ആരോപിച്ചതുപോലെയുള്ള സേതുമാധവന്റെ മകനായിട്ടുള്ള സച്ചി പറഞ്ഞതിന് പ്രകാരം വാദിഭാഗം പറഞ്ഞതുപോലെ തന്നെ അവന്തിക ഒന്നാം പ്രതിയായി ചേർക്കപ്പെട്ട അവന്തിക ഇത്രയും നാളും ആ സ്വത്തുവകളെല്ലാം അനധികൃതമായി കൈവശപ്പെടുത്തിയിരുന്നതാണ് എന്നും അതുകൊണ്ട് തന്നെ സച്ചി വാദിഭാഗമായ സച്ചിയെ പറഞ്ഞതിന് പ്രകാരം കേസ് വാദിച്ചിൽ നിന്ന് സത്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടതിനാൽ അവന്തിക ഒന്നാം പ്രതിയായ അവന്തിക ഇതുവരെ കൈവശം വെച്ച് അനുഭവിച്ചിരുന്ന എല്ലാ സ്വത്തുവകകളും വാദിയായ സച്ചിക്ക് ഉടൻ തന്നെ തിരികെ നൽകണമെന്ന് ഈ കോടതി ഇതിനാൽ ഉത്തരവിടുന്നു എന്ന് പറഞ്ഞത് കേട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി അവിടുന്ന് തുള്ളിച്ചാടി. സച്ചിയും ബിജുക്കുട്ടനും ആരതിയും ഒക്കെ ആ കേസ് ജയിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു. അപ്പോഴേക്കും അവിടെ കേസിന്റെ വിധി അറിയാൻ കാത്തു നിന്നിരുന്ന മൂർത്തി വിവരം അറിഞ്ഞ് ഉടൻ തന്നെ അവന്തികയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. അവന്തിക ആകെ തകർന്ന് ഇന്ന് തന്റെ കേസിൽ വിധിയാകുമെന്നുള്ള ആ ധാരണ മനസ്സിലുണ്ടായിരുന്നുകൊണ്ട് തന്നെ താൻ വിജയിക്കില്ല എന്ന് ഉറപ്പ് മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നത് കൊണ്ടും ആകെ ടെൻഷനോടെ വിധി കേൾക്കാനായി കാത്തു നിൽക്കാതെ അവന്തിക വീട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു. ഒടുവിൽ വിധി വന്നതും അവന്തികയെ വിളിച്ച് മൂർത്തി വിവരം അറിയിച്ചു. എല്ലാ സ്വത്തുവകകളും സച്ചിക്ക് കൈമാറണമെന്നാണ് കോടതി വിധിയെന്ന് അറിഞ്ഞതോടെ അവന്തിക ആകെ തകർന്നു പോകുന്നു. ഇതെല്ലാം കേട്ടുനിന്ന സച്ചി വളരെ സന്തോഷത്തോടുകൂടി ബിജുക്കുട്ടനോടൊപ്പം കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ബിജുക്കുട്ടനോട് സന്തോഷത്തോടെ സച്ചി പറഞ്ഞു, എടാ ബിജു, എല്ലാം എനിക്ക് തിരിച്ചു കിട്ടിയടാ, എടാ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടി, ഇനി എനിക്കും എൻ്റെ കുടുംബത്തിനും യാതൊരു കഷ്ടപ്പാടും ഉണ്ടാവില്ലടാ എന്ന് പറഞ്ഞ് നിനക്ക് ഈ സന്തോഷ വാർത്ത ഞാൻ എത്രയും വേഗം അമ്മയെ വിളിച്ച് അറിയിക്കട്ടെ എന്ന് പറഞ്ഞ് സച്ചി ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ബിജുക്കുട്ടൻ പറഞ്ഞു, എടാ അമ്മയെ വിളിക്കുന്നതിന് മുമ്പ് ദാ ഇതിനൊക്കെ കാരണക്കാരായ ആള് വരുന്നുണ്ട് കണ്ടോ, നീ ഒരു നന്ദി പറയേ എന്ന് പറഞ്ഞ് ഉടനെ ആ സന്തോഷം ആദ്യം പറയേണ്ടത് വക്കീലിനോടല്ലേടാ എന്ന് പറഞ്ഞു. ആരതി അപ്പോഴേക്കും അരികിലേക്ക് എത്തി. സച്ചി ഇപ്പൊ സന്തോഷമായില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും വക്കീലെ എന്ന് വിളിച്ച് സച്ചി ആരതിയെ കെട്ടിപ്പിടിക്കുകയാണ്. ഇത് കണ്ടതും ആരതി ആകെ ഞെട്ടലോടെ സച്ചിയെ നോക്കി. ഉടനെ സച്ചി പറഞ്ഞു, വക്കീലെ എനിക്കെല്ലാം തിരിച്ചു നേടിത്തന്നത് വക്കീലാണ്, അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും സച്ചി കരയുന്നത് കണ്ട് ആരതി ചോദിച്ചു, അതിനെന്താ സച്ചി ഈ കരയുന്നത്, ഇപ്പൊ സന്തോഷിക്കേണ്ട സമയല്ലേ, അതിനിങ്ങനെ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ബിജുക്കുട്ടൻ പറഞ്ഞു, അതെ അവനത് സന്തോഷത്തിന്റെ കണ്ണുനീരാ വക്കീലെ, അവനിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സന്തോഷം കൊണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും സച്ചി പറഞ്ഞു, വക്കീലിന് എത്ര രൂപയാണ് വേണ്ടത്, ഞാൻ
ഞാൻ തരാം വക്കീൽ ഫീസായിട്ട്. ഇനി അത് മാത്രമല്ല, ഇനി മുതൽ നെല്ലിശ്ശേരി അസോസിയേറ്റ്സിന്റെ ലീഗൽ അഡ്വൈസർ വക്കീൽ തന്നെയാണ്. വക്കീലിന് സ്വന്തമായിട്ട് വീടും കാറും ഓഫീസും ഒക്കെ ഞങ്ങൾ തരും എന്ന് പറഞ്ഞപ്പോഴേക്കും ഇതെല്ലാം കേട്ടതോടെ ആരതി വലിയ അതിശയത്തിലായി. ആഹാ, ഇത് കൊള്ളാവല്ലോ, ഇത് കുറേയേറെ ഉണ്ടല്ലോ എനിക്കുള്ള വാഗ്ദാനങ്ങൾ. അതെ, സച്ചിക്ക് അങ്ങ് വിധി കേട്ടിട്ട് സന്തോഷം കൊണ്ട് ആളുടെ സ്വബോധം പോലും പോയെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും ആരതി പറഞ്ഞു, അല്ല സച്ചി, ഇതൊക്കെ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും ബിജുകുട്ടൻ പറഞ്ഞു, അതെ വക്കീലെ, ഇവനിപ്പോ വക്കീൽ എന്ത് ചോദിച്ചാലും തരും. വേണമെങ്കിലേ ഇവന്റെ സ്വത്തുക്കൾ മുഴുവൻ വേണമെങ്കിലും വക്കീലിന് തന്നേക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും, അതെ വക്കീലിന് എന്താ വേണ്ടത് ഞാൻ കൊടുക്കൂടാ, വക്കീലിന് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് സച്ചി വലിയ സന്തോഷത്തോടെ വക്കീലിനോട് തന്റെ മനസ്സിലെ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. എത്ര സന്തോഷമാണെന്ന് വക്കീലെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രത്തോളം വലിയ കാര്യമാണ് വക്കീലെ ഞങ്ങൾക്ക് നേടിത്തന്നിരിക്കുന്നത്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറഞ്ഞ് സച്ചി വക്കീലിന്റെ കൈ പിടിച്ച് ആ സന്തോഷം അറിയിച്ചുകൊണ്ട് നിന്നു. ഇനി എനിക്ക് അവന്തിക്ക് ഒന്ന് കാണണം. ഈ കേസൊന്ന് തീരുന്നതിനായിട്ടാണ് ഞാൻ കാത്തു നിന്നത്. ഇനി എനിക്ക് അവളെ ഒന്ന് നേരിപ്പോയി കാണണം എന്ന് സച്ചി ആരതിയോട് അറിയിച്ചു. ഉടനെ ആരതി പറഞ്ഞു, ഇതുകൊണ്ടൊന്നും അവസാനമായിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും, അതെനിക്കറിയാം വക്കീലെ, എങ്കിലും ഇപ്പോ ഒരു സമാധാനമായല്ലോ, അവളെ ഒന്ന് തോൽപ്പിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് സച്ചി സന്തോഷിച്ചങ്ങ് നിൽക്കുമ്പോഴാണ് ഒരു കാർ അവർ അരികിലേക്ക് വന്നത്. കാറിൽ നിന്ന് ആരാ ഇറങ്ങുന്നതെന്ന് അവർ അറിയാതെ സന്തോഷത്തോടെ സച്ചിയും ബിജുക്കുട്ടനും നോക്കി വെക്കുമ്പോഴേക്കും ഗോകുൽ വേഗം പുറത്തേക്ക് ഇറങ്ങി. സച്ചി ഗോകുലിനെ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ വേഗം മുഖം തിരിച്ച് അപ്പുറത്തേക്ക് മാറി വെക്കുമ്പോഴേക്കും ഗോകുൽ ആരതിയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, സത്യത്തിൽ ഞാൻ കേസിന്റെ വിധി അറിഞ്ഞപ്പോൾ വലിയ സന്തോഷത്തിലായി. അതുകൊണ്ട് നേരിട്ട് വന്ന് തന്നെ ഇതൊന്ന് ഒരു കൺഗ്രാജുലേഷൻ അറിയിക്കണം എന്ന് തോന്നി. അതാ ഞാൻ വേഗം വന്നത്. കൺഗ്രാറ്റ്സ് ആരതി എന്ന് പറഞ്ഞ് ആരതിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് അഭിനന്ദനം അറിയിക്കുകയാണ് ഗോകുൽ. അതിനുശേഷം അപ്പുറത്ത് മാറി നിൽക്കുന്ന സച്ചിയുടെ അരികിലേക്ക് ചെന്നിട്ട് സച്ചിക്ക് നേരെ കൈ നീട്ടി ഗോകുൽ പറഞ്ഞു, സച്ചി കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞ് കൈ നീട്ടുമ്പോഴേക്കും സച്ചി അത് കാണാത്ത രീതിയിൽ മുഖം തിരിച്ചു നിൽക്കുന്നു. ഇത് കണ്ടതോടെ ആരതി പറഞ്ഞു, എന്താ സച്ചി ഇത്, സാറ് സച്ചിയോട് സംസാരിക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും സച്ചി ആകെ ദേഷ്യത്തോടെ ഗോകുലിനെ നോക്കുകയാണ്. എന്നിട്ട് ഗോകുലിന്റെ ആ ഷെയ്ക്ക് ഹാൻഡ് സ്വീകരിക്കാൻ സച്ചി തയ്യാറായി. ഉടനെ സച്ചി വേഗം കൈ കൊടുത്തതും ഗോകുൽ പറഞ്ഞു, അതെ, ഒടുവിൽ തനിക്ക് നീതി ലഭിച്ചല്ലോ, എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞപ്പോഴേക്കും, നീതി, ആ വാക്കുച്ചരിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. എന്നോട് ഏറ്റവും കൂടുതൽ നീതികേട് കാണിച്ചിട്ടുള്ളത് നിങ്ങളാ എന്ന് പറഞ്ഞ് സച്ചി ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് മാറുന്നു. സച്ചിയുടെ ആ വാക്കുകൾ ഗോകുലിനെ വല്ലാതെ വേദനിപ്പിച്ചുവെന്ന് ആരതിക്ക് മനസ്സിലായി. ആരതി ഉടനെ സച്ചിയെ വിളിച്ചു. സച്ചി, എന്താ ഈ പറയുന്നത് സാറ് എന്ന് പറഞ്ഞു. വേണ്ട വക്കീലെ, ഇക്കാര്യത്തിൽ നമ്മൾ സംസാരിച്ച ശരിയാവില്ല എന്ന് പറഞ്ഞ് ഗോകുലിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് സച്ചി അവിടെ നിന്ന് മാറി നിന്നു. ഇത് കണ്ടതോടെ ബിജുക്കുട്ടനെ സച്ചിയോടൊപ്പം അപ്പുറത്തേക്ക് മാറുമ്പോഴേക്കും ആരതി പറഞ്ഞു, അതെ സാറേ, ഇപ്പോൾ കേസ് ജയിച്ചതിൻ്റെ വല്ലാത്ത എക്സൈറ്റ്മെന്റിലാണ് സച്ചി നിൽക്കുന്നത്. അതുകൊണ്ട് സച്ചിയുടെ മനസ്സിലെ ആ ടെൻഷനും വേദനയൊക്കെ പെട്ടെന്ന് പുറത്തേക്ക് വന്നതായെന്ന് ഗൂഗിളിനോട് പറഞ്ഞപ്പോൾ ഗൂഗിൾ പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആരതി, അയാളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം സച്ചിയെ സംബന്ധിച്ച് അയാളുടെ ജീവിതമല്ലേ ഞാൻ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി അധികം നേരം ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ പോവാ. ഇനി അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അയാളുടെ ജീവിതത്തിലേക്ക് അയാളുടെ അർച്ചനയെ തിരിച്ചു കൊടുക്കണം. അതിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞ് ഗൂഗിൾ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഗൂഗിൾ പോയി കഴിഞ്ഞതും ആരതി വേഗം സച്ചിക്ക് അരികിലേക്ക് എത്തി. എന്ത് പണിയാ സച്ചി കാണിച്ചത് എന്ന് ചോദിച്ച് സച്ചിയോട് ദേഷ്യപ്പെടുമ്പോഴേക്കും സച്ചി പറഞ്ഞു, അയാൾ എന്നോട് കാണിച്ചത് അത്ര പെട്ടെന്ന് എനിക്ക് മറക്കാൻ കഴിയുന്ന കാര്യമല്ല വക്കീലെ. ഇനിയും ഞാൻ ഇതുപോലെ തന്നെ അയാളോട് പെരുമാറുകയുള്ളൂ. കാരണം ഇത്രയും നാളും എന്നോട് എൻ്റെ ഈ മര്യാദയിൽ ഇനി അധികം നാള് മുന്നോട്ട് പോവില്ല. കാരണം ഇനി താമസിയാതെ തന്നെ ഞാൻ എൻ്റെ അർച്ചനയും കുഞ്ഞിനെയും ഇങ്ങ് വിളിച്ചുകൊണ്ട് വരും. അല്ലാതെ യാതൊരു നീക്കവും അല്ലാതെ ഇനി എനിക്ക് പറ്റില്ല എന്ന് സച്ചി പറഞ്ഞു. ഉടനെ ആരതി പറഞ്ഞു, അതൊക്കെ പിന്നീടുള്ള കാര്യമല്ല സച്ചി, ഇപ്പോൾ നമ്മൾ കേസ് ജയിച്ചില്ലേ, അതിന്റെ സന്തോഷമല്ലേ നമുക്കിപ്പോൾ ആഘോഷിക്കേണ്ടത്. വാ സച്ചി എന്ന് പറഞ്ഞ് ആരതി സച്ചിയെ വിളിച്ച് വേഗം കാറിലേക്ക് കയറുന്നു. ബിജുക്കുട്ടനും ആരതിയും സച്ചിയും കൂടി വേഗം വണ്ടിയെടുത്ത് അവിടെ നിന്ന് പുറപ്പെട്ടു. അതിനുശേഷം അവന്തിക ആകെ കലിതുള്ളി നിൽക്കുകയാണ്. മൂർത്തി വിവരം വന്ന് പറഞ്ഞതും അവന്തിക വക്കീലിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ വക്കീല് പറയുന്നത് തന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്നും തന്റെ കയ്യിൽ നിന്ന് ഒരു ഡോക്യുമെന്റ്സും ചോർന്നു പോയിട്ടില്ലെന്നും അന്ന് കോടതിയിൽ അത്തരത്തിൽ ഡോക്യുമെന്റ് പ്രസന്റ് ചെയ്തുകൊണ്ടാണ് ആരതിക്ക് അത് കള്ള ഡോക്യുമെന്റ്സ് ആണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് കേസ് തോറ്റുപോയതെന്നുമൊക്കെയാണ് വക്കീൽ പറയുന്നതെന്നും അയാൾക്ക് കഴിവില്ലാത്തതിന്റെ പേരിൽ അയാൾ നമ്മളെയാണ് ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നതെന്നൊക്കെ ദേഷ്യത്തോടെ അവന്തിക അറിയിക്കുന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും വക്കീലിന്
വക്കീല് പറഞ്ഞാലും കാര്യമുണ്ട് മാഡം. നമുക്കിനി അപ്പീലിന് പോകണ്ടേ എന്ന് ചോദിച്ചപ്പോഴേക്കും അവന്തിക പറഞ്ഞു പോകണം. പക്ഷെ അതിന് ഈ വക്കീല് വേണ്ട. നമുക്ക് വേറെ നല്ല പ്രഗത്ഭരായിട്ടുള്ള നല്ല വക്കീലിനെ വേണം ഇനി ഇതിനെതിരായി നിർത്താനായിട്ട്. അല്ലാതെ ഈ വക്കീലുമായി മുന്നോട്ട് പോയാൽ നമുക്ക് കേസ് ജയിക്കാനാവില്ല. ഇയാൾക്ക് ഈ കേസിൽ യാതൊരു രീതിയിലും നമ്മളെ വിജയിപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ അവന്തിക ദേഷ്യത്തോടെ മൂർത്തിയോട് അറിയിച്ചു. എനിക്ക് കൈവന്ന സ്വത്തുക്കളൊന്നും ഞാൻ അനുഭവിക്കുന്ന സ്വത്തുക്കളൊന്നും ഞാൻ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല. വളരെ കഷ്ടപ്പെട്ട് നേടിയതാ ഞാൻ ഇതെല്ലാം തന്നെ എന്നൊക്കെ അവന്തിക ദേഷ്യത്തോടെ മൂർത്തിയോട് അറിയിക്കുമ്പോഴാണ് അവിടെ വിവരമെല്ലാം അറിഞ്ഞിട്ട് അവന്തികയുടെ തകർച്ച നേരിൽ കാണാനായിട്ട് അർച്ചന അവിടേക്ക് എത്തിയത്. അർച്ചനയെ കണ്ടതും അവന്തിക ആകെ ദേഷ്യത്തോടെ നോക്കി. അവന്തികയുടെ മുഖത്തെ ആ സങ്കടം കണ്ട് അർച്ചന അരികിലേക്ക് എത്തിയിട്ട് നോക്കി. എന്ത് പറ്റി അവന്തിക? അവന്തികയ്ക്ക് ആകെ ഒരു വിഷമമുള്ളതുപോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവന്തിക പറഞ്ഞു, കേസ് തോറ്റു. അത് കേട്ടതും ആദ്യമായി കേൾക്കുന്ന പോലെ വല്ലാത്തൊരു നിരാശയോടെ വാ പൊത്തിപ്പിടിച്ച് കേസ് തോറ്റോ എന്ന് വല്ലാത്ത വിഷമം അഭിനയിച്ചുകൊണ്ട് അർച്ചന അവന്തിയുടെ കാര്യങ്ങൾ അന്വേഷിച്ചു. അല്ല, ഇതിപ്പം അവന്തികയ്ക്കല്ലേ അവന്തിയുടെ ഭാഗത്തല്ലേ ന്യായമുള്ളത്, എന്നിട്ട് കോടതി എന്താ ഇങ്ങനെ വിധിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും കോടതി വിധിയല്ലേ, കോടതി അങ്ങനെയാ. പല വക്കീലന്മാരുടെയും വാദമുഖങ്ങൾ കേൾക്കുമ്പോൾ പലപ്പോഴും കോടതി അനീതിക്ക് പോലും അനുകൂലമായി നിൽക്കും എന്നൊക്കെ അവന്തിക വിഷമത്തോടെ അർച്ചനയോട് പറയുന്നു. എല്ലാം കേട്ടതും അർച്ചന പറഞ്ഞു, ഇതൊക്കെ സമയദോഷത്തിന്റെയാ. അന്ന് ആ പൂജാരി പറഞ്ഞതല്ലായിരുന്നോ, ജ്യോത്സ്യൻ കൃത്യമായി അറിയിച്ചതല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അവന്തിക പറഞ്ഞു, ഞാനേ കോടതിയിൽ ഹാജരാക്കാനായി വെച്ചിരുന്ന ആ ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു കേസിൽ വിജയം നേടാനായിട്ട്. ആ ഡോക്യുമെന്റ്സ് അത് മറ്റാരോ എൻ്റെ കയ്യിൽ നിന്ന് ആ എതിർഭാഗത്തിന് കൊടുത്തു. അതാണ് ഈ കേസ് തോക്കാനുള്ള കാരണമെന്ന് അർച്ചനയോട് അവന്തിക സങ്കടത്തോടെ പറയുമ്പോൾ താനാണ് ആ ഫോട്ടോസ് എല്ലാം എടുത്തതെന്നുള്ള കാര്യം പെട്ടെന്ന് അർച്ചന ഓർത്തു. ഇതിനെല്ലാം പിന്നിൽ ആ വക്കീലാണ്. എന്നിട്ട് അയാൾക്ക് ഇപ്പൊ ഒന്നും അറിയത്തില്ല പോലും, അയാളല്ല ഇതെല്ലാം ചെയ്തതെന്നാണ് അയാൾ പറയുന്നതെന്നൊക്കെ അവന്തിക വിഷമത്തോടെ അർച്ചനയോട് അറിയിച്ചു. ഉടനെ അർച്ചന പറഞ്ഞു, അവന്തിക ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലേ എത്രയും വേഗം ആ ജ്യോത്സ്യം പറഞ്ഞിട്ടുള്ള വഴിപാടുകൾ നടത്തിയേ തീരൂ. എന്നാലേ ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ വഴിപാടുകൾ നടത്തണം. അല്ലാതെ ആ വക്കീലിനെ വഴക്ക് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഇനിയും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ വഴിപാടുകൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് അവന്തികയോട് അർച്ചന അറിയിച്ചു. ശരിയാ, നാളെ തന്നെ ആ വഴിപാടുകൾ നടത്താം. എന്നാലേ ഇനി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അർച്ചന മനസ്സിൽ പറഞ്ഞു, നിന്നെ ഈ തകർത്ത് കളഞ്ഞതും നിന്റെ ഈ കേസിൽ നിന്നെ തോൽപ്പിച്ചും വക്കീലല്ല, ആ പാവം വക്കീലല്ല, സത്യത്തിൽ ഞാനാ. നിന്റെ ഈ തോൽവി നേരിട്ട് കാണാൻ വേണ്ടിയാ ഞാൻ ഇവിടെ വന്ന് നിന്നത് എന്ന് അവന്തികയോട് അർച്ചന പറഞ്ഞു. എന്നിട്ട് അവന്തികയോട് മനസ്സിൽ ഇങ്ങനെ അർച്ചന പറഞ്ഞിട്ട് അവന്തിക നോക്കിയിട്ട് അർച്ചന പറഞ്ഞു, ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത് അവന്തിക. ഈ തോൽവി ഒരിക്കലും നമ്മുടെ ശരിക്കുള്ള തോൽവിയായി ആർക്കും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. സ്വത്തുക്കളൊന്നും ഒരാൾക്കും വിട്ടുകൊടുക്കാനും പാടില്ല. ഇതെല്ലാം തിരികെ പിടിക്കണം. അതിന് ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ എത്രയും വേഗം പൂർത്തിയാക്കണം എന്ന് അവന്തികയോട് അർച്ചന പറയുന്നു. അത് ഞാൻ ചെയ്തിരിക്കുമെന്ന് അവന്തിക അർച്ചനയ്ക്ക് ഉറപ്പ് കൊടുക്കുമ്പോൾ ഇനിയുള്ളത് തൻ്റെ ഗെയിമാണെന്നും നിന്നെ കൊണ്ട് എല്ലാം ഞാൻ ചെയ്യിക്കുമെന്ന് അവന്തികയെ നോക്കിക്കൊണ്ട് മനസ്സിൽ അങ്ങനെ ഒരു തീരുമാനം അറിയിക്കുകയാണ് അർച്ചന. നിന്നോടുള്ള പകയാണ് ഓരോന്നായി ഞാൻ തീർത്തുകൊണ്ടിരിക്കുന്നതെന്ന് അവന്തികയെ നോക്കി അർച്ചന മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് രാത്രിയിൽ ലീലാവതിയും മകളും അന്ന് രാജീവ് കൈമാറിയ ആ പെൻഡ്രൈവ് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് നോക്കുന്നു. അതിൽ അവർ കാണുന്ന വിഷ്വൽസ് അന്ന് അനിരുദ്ധനെ അവന്തിക വെടിവെച്ച് വീഴ്ത്തുന്നതും അനിരുദ്ധന്റെ മരണമോ നേരിട്ട് അവർ കണ്ടതുപോലെയായി. ആ കാഴ്ച കണ്ടതോടെ അവർക്ക് കാര്യങ്ങൾ കൂടുതൽ ബോധ്യമായി. അനിരുദ്ധനെ കൊല ചെയ്തത് അവന്തികയാണെന്നുള്ള സത്യം നേരിട്ട് മനസ്സിലാക്കി അവർ ആകെ തകർന്നു പോന്നു. ഉടനെ മകൾ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഇത് അവർ നമ്മളെ ഏൽപ്പിച്ചത് എന്തിനായിരിക്കും? അവരോടൊപ്പം നമ്മൾ നിൽക്കണോ അമ്മേ എന്ന് ചോദിച്ചപ്പോഴേക്കും ലീലാവതി പറഞ്ഞു, നിൽക്കണം മോളെ, അവര് പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം. അപ്പോഴേക്കും മകൾ ചോദിച്ചു, അമ്മയെ, നമ്മൾ അവിടേക്ക് ചെല്ലാൻ ശ്രമിച്ചാൽ അവർ നമ്മളെ ഒരിക്കലും ഒരു രീതിയിലും അവർ നമ്മളെ വിശ്വസിക്കില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ അമ്മേ, നമ്മൾ അങ്ങോട്ട് ചെന്നാൽ അവർ നമ്മളെ വീട്ടിൽ കയറ്റുവോ എന്ന് ചോദിച്ചപ്പോഴേക്കും ലീലാവതി പറഞ്ഞു, കയറ്റണം. ആ രീതിയിൽ നമ്മൾ അവരുടെ മുന്നിൽ അഭിനയിച്ചേ പറ്റൂ. അവർക്ക് നമ്മളോട് സ്നേഹമുണ്ടാക്കിയെടുക്കണം. ഒരു കാരണവശാലും അവരുടെ അവന്തികയുടെ വീട്ടിൽ കടന്നുകൂടണം. കാരണം നമ്മളെ ഇല്ലാതാക്കിയവർക്ക് ഇപ്പോൾ നമുക്ക് അവരെ നേരിട്ട് പൊരുതി നിൽക്കാനുള്ള സാമ്പത്തിക ശേഷിയോ അതിനുള്ള ആൾബലമോ നമുക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശത്രുവിന്റെ കൂടെ നിന്ന് അവരെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹം നടിച്ച് അവരെ ഇല്ലാതാക്കുക, അവരെ ചതിക്കുക. അത് മാത്രമാണ് ഏക പോംവഴി. അതാണ് നമ്മൾ ഇനി ഇവിടെ ചെയ്യേണ്ടത്. അവരുടെ വീട്ടിൽ കടന്നുകൂടണം. ഏതു വിധേനയും അവളുടെ സ്നേഹം പിടിച്ചു പറ്റണം. അങ്ങനെ അവളെ സ്നേഹിക്കുന്നു എന്ന് അവളെ തെറ്റിദ്ധരിപ്പിച്ച് നമുക്ക് അവിടെ കയറിക്കൂടണം. അതാണ് മോളെ ചെയ്യേണ്ടത്.
അപ്പോഴേക്കും മകള് ചോദിച്ചു, അമ്മേ അപ്പോൾ ഇവിടെ വന്ന ആ സാറും മേഡവും നമ്മളോട് പറഞ്ഞ കാര്യങ്ങളോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവർക്കും അവന്തികയുടെ ശത്രുതയുണ്ട്. അതുകൊണ്ട് തന്നെ അവന്തികയുടെ തകർച്ച, അവന്തിക ഇല്ലാതാകുന്നതാണ് അവരുടെയും ലക്ഷ്യം. അതുകൊണ്ട് അവര് നമ്മളെ തേടിയെത്തിയത്. സത്യം അത് തന്നെയാണ്. ശത്രുവിന്റെ ശത്രു മിത്രമെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ ശത്രു, അവന്തികയുടെ ശത്രുവായ അവർ നമുക്ക് മിത്രമാണ്. അതുകൊണ്ട് അവരാവശ്യപ്പെട്ടതുപോലെ തന്നെ ഏത് വിധേനയും നമുക്ക് നടപ്പിലാക്കിയേ പറ്റൂ മോളെ. നമുക്ക് എങ്ങനെയും അവന്തികയുടെ സ്നേഹം പിടിച്ചെടുത്ത് ആ വീട്ടിൽ കയറിക്കൂടണം. അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല. ഇനിയുള്ള കാര്യങ്ങൾ ആ രീതിയിൽ വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നറിയിച്ചു. അതിനുശേഷം സച്ചി വീട്ടിൽ വന്ന് ആ സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ കമലമ്മ ആ സന്തോഷത്തിന് അവിടെ പായസം വെക്കുന്നു. പിന്നീട് പായസം സേതുമാധവനും ദയാനന്ദ മാഷിന്റെ മുന്നിലേക്ക് ഒരു ബൗളിലെടുത്ത് വെച്ചിട്ട് മക്കളെയും കൂട്ടി വന്ന് സന്തോഷത്തോടെ കമലമ്മ ആ സന്തോഷ വാർത്ത അറിയിച്ചു. സേതുവേട്ട, അങ്ങനെ ഒടുവിൽ നമ്മുടെ സച്ചി നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരികെ പിടിച്ചു ആ അവധിയുടെ കയ്യിൽ നിന്ന്. സച്ചിമോൻ അതെല്ലാം തിരികെ നേടി സേതുവേട്ട. ഇപ്പോൾ സേതുവേട്ടനും മാഷിനും സന്തോഷമായെന്ന് എനിക്കറിയാം. ഇതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള ഭാഗ്യമില്ലാതായി പോയല്ലോ. എങ്കിലും നിങ്ങളുടെ ആത്മാക്കൾ ഈ കാഴ്ച കണ്ട് സന്തോഷിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാമെന്ന് കമലമ്മ പറയുമ്പോഴേക്കും ഇത് കേട്ട് നിന്ന ആ സന്തോഷ വാർത്ത കേട്ടു നിന്ന മക്കളെല്ലാവരും പറഞ്ഞു, സത്യത്തിൽ അമ്മയല്ലേ ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. എല്ലാവരും തെന്നിത്തിരച്ചു പോകേണ്ടിയിരുന്ന ഈ ഒരു സാഹചര്യത്തിൽ, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ പല ദിക്കിലായി മാറേണ്ടിയിരുന്ന ഞങ്ങളെ എല്ലാവരെയും ഒന്നിച്ചു നിർത്തി ഇത്രയും നാളും ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയത് അമ്മയല്ലേ. അപ്പോൾ അമ്മയ്ക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നന്ദിയെ പറയേണ്ടതും. അമ്മയാണ് ശരിക്കും അവന്തികയോടും വിധിയോടും പോരാടിയത് എന്ന് സച്ചി അറിയിച്ചു. എന്നിട്ട് അവിടെ മാറി നിൽക്കുന്ന ആതിരയെയും സ്നേഹയും അനഘയും അരികിലേക്ക് വിളിപ്പിച്ച് സച്ചി അവരെ മൂന്നുപേരെയും തൻ്റെ ഇരുവശങ്ങളിലായി നിർത്തിയിട്ട് പറഞ്ഞു, ഇങ്ങു വാ, ഇനി എൻ്റെ മക്കളെ ഞാൻ രാജകുമാരികളാക്കി മാറ്റും, നെല്ലിശ്ശേരിയിലെ രാജകുമാരികൾ എന്ന് പറഞ്ഞപ്പോൾ സച്ചിയുടെ സ്നേഹത്തിൽ ചേർത്ത് തൻ്റെ സഹോദരിമാരെ നെഞ്ചിലേക്ക് ചേർത്ത് സച്ചി അവരുടെ ഇഷ്ടത്തിനൊപ്പം ഇനി അവരെ ജീവിക്കാൻ അവർക്ക് കഴിയുമെന്ന്, നമ്മുടെ കഷ്ടപ്പാടും ദുരിതമെല്ലാം ഇതോടെ മാറിയെന്ന് സച്ചി സന്തോഷത്തോടെ അവരോട് പറയുന്നു. അതിനുശേഷം അർച്ചന വീട്ടിലെത്തി ഇങ്ങനെ ഒരു വിധി കിട്ടിയതിന്റെ സന്തോഷം പങ്കുവയ്ക്കാനായി ചോക്ലേറ്റുമായിട്ട് നേരെ ഗൗരിമോളുടെ അരികിലേക്ക് എത്തുന്നു. ഗൗരിമോൾക്ക് ചോക്ലേറ്റ് നീട്ടി അർച്ചന പറഞ്ഞു, ദാ ഇത് മോൾക്ക എന്ന് പറഞ്ഞപ്പോഴേക്കും ഇത് എന്തിനാ അമ്മ ഈ ചോക്ലേറ്റ് എന്ന് അർച്ചനയോട് ഗൗരിമോൾ ചോദിച്ചു. വെറുതെ അമ്മ മോൾക്ക് ചോക്ലേറ്റ് തരാറുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് അമ്മയ്ക്ക് വലിയ സന്തോഷമുണ്ടല്ലോ, അമ്മയുടെ മുഖത്ത് ആ സന്തോഷം കാണാനുമുണ്ട്, എന്താ അമ്മ കാര്യം എന്ന് ഗൗരിമോൾ അന്വേഷിച്ചപ്പോൾ ഒന്നുമില്ല, അമ്മ വെറുതെ മോൾക്ക് തന്നതാ എന്നതായിരുന്നു അർച്ചനയുടെ മറുപടി. അപ്പോഴേക്കും ഗോകുലും അവിടേക്ക് എത്തി. കൊള്ളാലോ, എന്താ രണ്ടുപേരും തമ്മിലുള്ള വലിയ സന്തോഷ സംസാരം എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു, ഒന്നുമില്ല ഗോകുൽ, ഞാൻ മോൾക്കൊരു ചോക്ലേറ്റ് കൊടുക്കുകയായിരുന്നു എന്നറിയിച്ചു. അപ്പോഴേക്കും അത് കേട്ട് നിന്ന ഗൗരിമോള് പറഞ്ഞു, അച്ഛാ വെറുതെ അല്ല, അമ്മ ഇതാ ഈ ചോക്ലേറ്റ് എനിക്ക് തന്നപ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കുകയായിരുന്നു എന്താ അമ്മയ്ക്ക് ഇന്ന് ഇത്ര വലിയ സന്തോഷമെന്ന്. അമ്മ അങ്ങനെ സന്തോഷമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഉറപ്പാ അമ്മയുടെ മുഖത്ത് ഈ സന്തോഷത്തിന് എന്തോ ഒരു കാരണമുണ്ട്. അമ്മ അത് മനഃപൂർവ്വം മറച്ചു വെച്ചിരിക്കുക. അമ്മ ഇപ്പോൾ സന്തോഷത്തോടുകൂടി എനിക്ക് ഈ ചോക്ലേറ്റ് നീട്ടിയപ്പോൾ അമ്മയുടെ മുഖത്തെ പുഞ്ചിരി ഞാൻ കണ്ടു എന്ന് പറഞ്ഞതും ഗോകുല് പറഞ്ഞു, എടോ എന്നാ ഇന്ന് എനിക്കും ഉണ്ട് തന്നോടൊരു സന്തോഷ വാർത്ത പറയാൻ. എനിക്കിത് കേട്ടപ്പോൾ വലിയ സന്തോഷം, തനിക്ക് സന്തോഷമാവോ എന്നറിയത്തില്ല, എങ്കിലും വലിയ സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാ എന്ന് പറഞ്ഞപ്പോൾ അർച്ചന ചോദിച്ചു, എന്താ ഗോകുൽ അത്ര സന്തോഷമുള്ള വാർത്ത എന്ന് അർച്ചന അന്വേഷിച്ചു. അപ്പോഴേക്കും സച്ചിയുടെ കേസിൽ വിധി വന്നുവെന്നും സച്ചിക്കും കുടുംബത്തിനും അനുകൂലമായിട്ടുള്ള വിധി വന്നെന്നും അവന്തിക ഇത്രയും നാളും കൈവശം വെച്ച് അനുഭവിച്ചു കൊണ്ടിരുന്ന സ്വത്തുക്കളെല്ലാം സച്ചിക്കും കുടുംബത്തിനും അവകാശപ്പെട്ടതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് കോടതി സച്ചിക്കും കുടുംബത്തിനും അനുകൂലമായി വിധി കൽപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ അർച്ചന അത് കേട്ട് വലിയ സന്തോഷമൊന്നും കാട്ടാതെ അർച്ചന അങ്ങ് നിൽക്കുന്ന കണ്ടപ്പോൾ ഗോകുല് ചോദിച്ചു, എന്താടോ തനിക്ക് സന്തോഷ വാർത്ത കേട്ടിട്ട് വലിയ താല്പര്യം ഇല്ലാത്ത പോലെ നിൽക്കുന്നത് എന്ന് ഗോകുൽ അന്വേഷിച്ചു. അപ്പോഴാണ് അർച്ചന പറഞ്ഞത്, ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമൊന്നും എനിക്ക് തോന്നുന്നില്ല, കാരണം ഞാൻ അന്ന് ഗോകുലിന്റെ റിപ്പോർട്ട് വായിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഗോകുലിന്റെ റിപ്പോർട്ടിന് അനുകൂലമായിട്ടുള്ള വിധിയെ വരികയുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഒരു വിധി വരുമെന്ന് എനിക്ക് അന്ന് തോന്നി, അതാ എനിക്ക് വലിയ സന്തോഷം തോന്നാത്തതെന്ന് അർച്ചന മറുപടി നൽകിയത്. ഗോകുല് കൂടുതലൊന്നും ചോദിക്കാതെ നേരെ മുറിയിലേക്ക് പോന്നു. അതിനുശേഷം അർച്ചന പിറ്റേന്ന് അവന്തികയുമായി ഈ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യുന്നതിന് അവന്തിക ജ്യോത്സ്യം പറഞ്ഞിട്ടുള്ള വിധി പ്രകാരമുള്ള പൂജകളും വഴിപാടുകളും നടത്തുന്നതിനായി അവന്തിക തയ്യാറാകുന്നു. അങ്ങനെ അഗ്നി കാവടി എടുക്കുന്നതിന് വേണ്ടി അർച്ചന നേരെ ക്ഷേത്രത്തിലെ അവന്തികയും കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ അവന്തികയെ തന്നെ മുന്നിൽ നിർത്തി ആദ്യം മലമുകളിലെ ആ ക്ഷേത്രത്തില് ശിവക്ഷേത്രത്തില് 108 കുടം ധാര
അവന്തികയെ കൊണ്ട് ചെയ്യിക്കുന്നു. അവന്തിക കുറേയൊക്കെ ചെയ്ത് ആകെ താഴ്ന്ന അവശയായി പോയി കഴിയുമ്പോഴാണ് പിന്നീട് മാരിയമ്മൻ കോവിലിലെ ചൂരലടി 21 ചൂരലടി അതും അവന്തികയെ അർച്ചന തന്നെ നൽകുകയാണ്. ഇതൊക്കെ തന്റെ കുടുംബത്തിന് അവന്തിക ചെയ്തു കൂട്ടിയ കുടുംബത്തോട് കാണിച്ച ദ്രോഹത്തിനുള്ള തിരിച്ചടിയാണ് ഈ ഓരോ ചൂരലടിയുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആ പൂജാരി കൊടുക്കുന്ന അടി താൻ കൊടുക്കുന്ന അടിയാണെന്നുള്ള ചിന്തയിൽ അർച്ചന പകയോടെ അവന്തികയെ നോക്കി നിൽക്കുന്നു.